ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴം ഉപയോഗിച്ച് നല്ലൊരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 3 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ പഴം തന്നെ വേണമെന്നില്ല, നമുക്ക് നേന്ത്രപ്പഴമോ വേറെ ഏത് പഴം വെച്ചിട്ടും ഇതുണ്ടാക്കാം. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി വേണം. ഇപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും ഉപയോഗിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ 1/2 കപ്പ് പൊടിച്ച ശർക്കര ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ഉപയോഗിക്കാം. ശർക്കര നമുക്ക് ഇത്രയും തന്നെ വേണ്ടി വരില്ല, പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചും ശർക്കരയുടെ അളവ് കൂട്ടിയും കുറച്ചും ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് വേണം. ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് ഇതേപോലെ ഒരു ഫോക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരുപാട് പഴുക്കാത്ത പഴമാണ്, അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിട്ട് ഇതേപോലെ ഉടച്ചെടുക്കുന്നത്. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ഉടച്ചെടുക്കാൻ പാടായിരിക്കും, അപ്പോൾ മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ 3 പഴവും ഞാൻ നല്ലതുപോലെ ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടിയില്ല, നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ചേർക്കുന്നില്ല, ആദ്യം കുറച്ച് ചേർത്ത് നോക്കാം. പിന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടിയും ചേർക്കാം. അപ്പോൾ ഒരുപാട് മധുരം ഇഷ്ടമുള്ളവർക്ക് ഈ 1/2 കപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ബാറ്റർ ഒരുപാട് കട്ടിയാവരുത്, അതേപോലെ ഒരുപാട് ലൂസും ആവരുത്. ഇനി കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. ഇപ്പം ഞാൻ എല്ലാം കൂടി ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നല്ല കുഴഞ്ഞിരിക്കണം മാവ്. ഇതേപോലെ ആയിരിക്കണം, നല്ല കുഴഞ്ഞിരിക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം, ഒരുപാട് കട്ടിയല്ല, അതേസമയത്ത് ഒരുപാട് ലൂസും അല്ല, ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം, നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇത് സോഡാപ്പൊടി ചേർക്കുമ്പോൾ ഇത് ഒന്നും കൂടി നല്ല ക്രിസ്പി ആയി കിട്ടും. അതേപോലെ മാവ് നല്ല സ്പോഞ്ചി ആയി കിട്ടും. നമ്മുടെ ഈ ബോണ്ട ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നല്ല സ്പോഞ്ചി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. ഇതൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്കിത് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ കൈ വെച്ചിട്ടും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ കയ്യിൽ തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ സോഡാപ്പൊടി ചേർത്ത കാരണം നല്ലതുപോലെ വീർത്ത് വരും. ഇതേപോലെ നല്ല സ്പോഞ്ചി ആയിരിക്കും. ഇപ്പോൾ ഒരു സൈഡ് നല്ല ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളർ ആവണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ചും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അതേപോലെ ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.